നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും ആഘോഷിച്ചു. കിഡ്സ് ഫെസ്റ്റ് പ്ലേബാക്ക് സിംഗറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമുമായ മാസ്റ്റർ മിലനും വാർഷികാഘോഷം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചേരിയും ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സംസ്ഥിതിക്ക് തുടക്കമായി. SN സ്മാരകം UP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും ആഘോഷിച്ചു. കിളിക്കൊഞ്ചൽ കിഡ്സ് ഫെസ്റ്റ് പ്ലേബാക്ക് സിംഗറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമുമായ മാസ്റ്റർ മിലനും വാർഷികാഘോഷം സുദർശനം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചേരിയും ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു സ്കൂളിലെ റോഡ് സുരക്ഷാ പ്രൊജക്ട് ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ ആർട്ടിസ്റ്റ് കലാഭവൻ നാരായണൻകുട്ടി വാർഷികാഘോഷ കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ലില്ലി ജോസ്, ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ TN രാമൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷെയ്നോ, KG വിഭാഗം മാതൃസമിതി പ്രസിഡന്റ് സിൻജു വിനോദ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സംസ്ഥിതിക്ക് തുടക്കമായി. SN സ്മാരകം UP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. SN സ്മാരകം സ്കൂൾ മാനേജർ PR സജീവ്, NSS പ്രോഗ്രാം ഓഫീസർ PV വിജി, ഫിഷറീസ് സ്കൂൾ പ്രിൻസിപ്പൽ M മായാദേവി, PTA പ്രസിഡന്റ് KP ഷാജി, MPTA പ്രസിഡന്റ് ശശികല, SN സ്മാരകം സ്കൂൾ പ്രധാന അധ്യാപിക CT സംഗീത, KU ലിമ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഭവന സന്ദർശനം, സുചിന്തിതം സദസ്, നൈപുണ്യ പരിശീലനം, നാടക പരിശീലനം, പ്രാണവേഗം, ഭൂമിജം, ഹൃദയസമേതം, കൾച്ചറൽ പ്രോഗ്രാമുകൾ എന്നിവ നടക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫീസ് അസോസിയേഷൻ പുത്തഞ്ചിറ മാള യൂണിറ്റുകൾ, നേത്ര ഐ കെയർ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ണുകൾക്ക് ഒരുപാട് ചികിത്സ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ വൃദ്ധർ എന്നുള്ള രീതിയിലേക്ക് ഈ കണ്ണിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുക. കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഓൺലൈൻ സംവിധാനവും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗവും മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ നമ്മളുടെ കണ്ണുകളെ ഒരുപാട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിൻ്റെ ആവശ്യകതയനുസരിച്ചുള്ള പുതിയ നൂതന സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് സത്യവുമാണ്. പുത്തഞ്ചിറ യൂണിറ്റ് പ്രസിഡന്റ് PG പോൾ, മാള മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, വിനോദ് പുത്തഞ്ചിറ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPI പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. TN വേണു, KV സുജിത് ലാൽ, UV വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകണമെങ്കിൽ അമിത്ഷായ്ക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഒരു വലിയ തടസ്സമാണ് എന്നറിയാം. അതുകൊണ്ട് ഈ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുവാൻ വേണ്ടി പാർലമെന്റിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ല എങ്കിൽ
സംഘപരിവാറിന്റെ സംഘശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് കലാപമുണ്ടാക്കി ദളിതരെയും പിന്നോക്കക്കാരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അമിത്ഷാ നടത്തിയ പ്രയോഗത്തിന്റെ ആന്തരിക ഫലം ഈ രാജ്യത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലാതെ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞതിലല്ല. രാഷ്ട്രീയ ജനതാദൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടന്നു. ജില്ലാ സെക്രട്ടറി വിൻസെന്റ് പുത്തൂർ വിതരണം നിർവഹിച്ചു. അപ്പോൾ സി രാജഗോപാലാചാരി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പണ്ഡിറ്റ് അന്നത്തെ ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്ത് എഴുതി. ആ കത്ത് എന്താണെന്ന് ചോദിച്ചാൽ മദ്രാസിന് അല്ലെങ്കിൽ തമിഴ്നാടിന് കൂടുതൽ വിഹിതം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാനിവിടെ മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്, ഞാൻ ഖജനാവിൽ നിന്ന് എത്ര രൂപ ശമ്പളം പറ്റണം, ഇതാണ് കത്ത്. നെഹ്റു അതിന് മറുപടി എഴുതി, രാജാജിക്ക് എന്താ വേണ്ടത്? 2 ഷർട്ട് വേണം, 2 മുണ്ട് വേണം, 2 തോർത്ത് വേണം, ഭക്ഷണം കഴിക്കണം, സോപ്പ് വേണം, എണ്ണ വേണം, ഒരു 50 രൂപ പറ്റിക്കോളൂ. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KC വർഗീസ്, CA തോമസ്, PK സോജൻ, ജോൺ ചെല്ലക്കുടം, KK ദാസൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും ആഘോഷിച്ചു. കിഡ്സ് ഫെസ്റ്റ് പ്ലേബാക്ക് സിംഗറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമുമായ മാസ്റ്റർ മിലനും വാർഷികാഘോഷം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറയും ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സംസ്ഥിതിക്ക് തുടക്കമായി. SN സ്മാരകം UP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.